السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ് നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് കേട്ടോ. അലിയവും നദ്ഖുലു ഇലാ വഹ്ദത്തിൻ ജദീദ വഹാദിഹി ഹിയ വഹ്ദ അൽ ഖാമിസ. മദാ വഹ്ദ അൽ ഖാമിസ 5ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. അലിയവും നദ്റുസു വഹ്ദത്തിൻ ജദീദ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റ് ആണ്. ആ ഒരു യൂണിറ്റ് എന്താണ്? 5ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. മസ്മു ഹാദിഹിൽ വഹ്ദ. എന്താണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ. സലാമത്തുന എന്നാണ്. സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം അല്ലെങ്കിൽ സുരക്ഷ എന്നൊക്കെയാണ് സലാമത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ സലാമത്തുന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ സമാധാനം. ഇതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. നമുക്ക് ഈ ഒരു യൂണിറ്റിൽ 2 പാഠങ്ങളാണ് വരുന്നത്. ഒന്നാമത്തേത് അസ്സലാമത്ത് എന്ന് പറയുന്ന ഒരു ഹിവാറാണ് അല്ലേ. ഹിവാർ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് വരുന്നത്. പിന്നെ സുലൂക്ന എന്ന് പറയുന്ന ഒരു മൽലൂമും കൂടെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ 1ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കവിടെ പേജ് നമ്പർ 68 ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഉൾനുറു ഇലാ ഹാദിഹി സൂറ. നിങ്ങളൊരു ചിത്രത്തിലേക്ക് നോക്കൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു നോക്കൂ. ഈ ചിത്രത്തിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരനെ കാണാൻ പറ്റുന്നുണ്ട്. ആരാണ് അദ്ദേഹം? അദ്ദേഹം ട്രാഫിക് പോലീസാണ് അല്ലേ. എന്താണ് ട്രാഫിക് പോലീസ് എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയുന്നത് എന്താണ്? ഷുർത്തിയുൽ മുറൂർ എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയുക? ഷുർത്തിയുൽ മുറൂർ എന്നാണ് പറയുക. അപ്പോൾ ആ ഷുർത്തിയുൽ മുറൂർ മാദാ യഫ്അൽ. അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം 2 സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങളെയൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്കാണ് അല്ലേ. അദ്ദേഹത്തിന് കൈകൊണ്ട് സിഗ്നൽ കാണിച്ച് 2 സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങളെയൊക്കെ നിർത്തിയിട്ടുണ്ട് അല്ലേ, സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കവിടെ ഒരു ചെറിയ കുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഹുനാക വലതും സ്വഗീറുൻ. ഒരു ചെറിയ കുട്ടിയുണ്ട്. വഹുവ യുസാഇദു. അവൻ എന്ത് ചെയ്യാണ്? യുസാഇദു, സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അശ്ശൈഖൽ മുസിന്ന അല്ലെങ്കിൽ അർറജുലൽ മുസിന്ന, ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ലിമാദ, എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നത്? ലിയഅ്ബിറശ്ശാരിഅ, അല്ലെ ആ റോഡ് മുറിച്ച് കടക്കുവാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഇങ്ങനെ പ്രായമായിട്ടുള്ള മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതിലൂടെയാണ് അവർ റോഡ് മുറിച്ച് കടക്കുന്നത് എന്ന് നോക്കൂ. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു സീബ്ര ക്രോസിങ്ങിലൂടെയാണ് ആ ഒരു കുട്ടി, ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലേ. എന്താണ് സീബ്ര ലൈൻ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയുന്നത് മഅബറുൽ മുഷാത്ത് എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയുക? മഅബറുൽ മുഷാത്ത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി പറയാൻ പറ്റും? വഹുനാക വലദുൻ സ്വഗീറുൻ വഹുവ യുസാഇദുൽ അർറജുലുൽ മുസിന്ന ലിയഅ്ബിറശ്ശാരിഅ ബി മഅബറുൽ മുഷാത്ത് എന്നാണ് പറയുക കേട്ടോ. അങ്ങനെയാണ് നമുക്കത് സെൻറ്റൻസ് ആക്കി പറയാൻ പറ്റുന്നത്. മക്കളെ, നിങ്ങളൊക്കെ സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് വൃദ്ധരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കണ്ണ് കാണാത്ത ആളുകളൊക്കെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന കാഴ്ചയൊക്കെ കാണാറുണ്ട് അല്ലേ. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ സഹായിക്കാറുണ്ടോ? അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നോക്കൂ, ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. അസ്സലാമ അല്ലേ. അസ്സലാമത്ത് എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗം. എന്താണ് സലാമത്ത് എന്ന് പറഞ്ഞ ടീച്ചർ നേരത്തെ പറഞ്ഞു? സമാധാനം അല്ലെങ്കിൽ സുരക്ഷ അല്ലേ. അതിനാണ് നമ്മൾ സലാമത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്ക് സുരക്ഷ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം കേട്ടോ. നോക്കൂ, ആ ഒരു ടീച്ചർ ആദ്യം വായിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കൂടെ വായിച്ചു നോക്കുകയും ചെയ്യണേ. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹ്വൽ മുസ്തഷ്ഫ കാന الشارع مزدحما فجأة أوقف السائق السيارة. قال في نفسه ماذا سأفعل؟ يشكو المريض من ألم شديد. لا يزال بوق الإسعاف يصوت. سمع شرطي المرور البوق. ذهب مسرعا نحو السيارة وهيأ الطريق.
എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്. എന്താണ് അസ്റ എന്ന് പറഞ്ഞാൽ? വേഗത്തിൽ പോവുക എന്നാണ് അസ്റ എന്ന് പറഞ്ഞാൽ കേട്ടോ. വേഗത്തിൽ പോവുക. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്. എന്താണ് സയ്യാറത്തുൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ? ആംബുലൻസ് ആണ്. ആംബുലൻസ് വേഗത്തിൽ പോയി. എങ്ങോട്ടാണ് പോകുന്നത്? നഹ്വൽ മുസ്തഷ്ഫ. ഹോസ്പിറ്റലിന് നേരെയായിക്കൊണ്ട് ആംബുലൻസ് വേഗത്തിൽ പോയി. കാനഷാരിഉ മുസ്ദഹിമൻ. ആ സമയത്ത് കാനഷാരിഉ റോഡായിരുന്നു, മുസ്ദഹിമൻ തിരക്ക് പിടിച്ചതായിരുന്നു. മുസ്ദഹിമൻ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചത് എന്നാണ്. അങ്ങനെ ഫജാജൻ പെട്ടെന്ന് തന്നെ ഔഖഫ സായിഖു അസ്സയ്യാറത. ഔഖഫ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക എന്നാണ്. ഔഖഫ സായിഖു ഡ്രൈവർ നിർത്തി, അസ്സയ്യാറത ആംബുലൻസ് ഡ്രൈവർ നിർത്തി. ഖാല ഫി നഫ്സിഹി എന്നിട്ട് അദ്ദേഹം തൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ഖാല അദ്ദേഹം പറഞ്ഞു, ഫി നഫ്സിഹി തൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. മാദാ സഅഫ്അൽ ഞാൻ എന്താണ് ചെയ്യുക? മാദാ സഅഫ്അൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ഇഷ്കുൽ മരീലു രോഗിയാവട്ടെ. ഇഷ്കു ഷക്ക എന്ന് പറഞ്ഞാൽ പരാതി പറയാ, പ്രയാസം പറയാ എന്നൊക്കെയാണ്. ഇഷ്കുൽ മരീലു രോഗി എന്ത് ചെയ്യുന്നുണ്ട്? പ്രയാസപ്പെടുന്നുണ്ട്. മിൻ അലമിൻ ഷദീദിൻ ശക്തമായ വേദനയാൽ. അലമിൻ ഷദീദ് എന്ന് പറഞ്ഞാൽ ശക്തമായ വേദന എന്നാണ്. രോഗി ശക്തമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യുക എന്ന് ആംബുലൻസിൻ്റെ ഡ്രൈവർ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നാണ്. ആ സമയത്തൊക്കെ തന്നെ ലാ യസാലു ബൂഖുൽ ഇസ്ആഫി യുസവ്വിതു. ലാ യസാലു ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ബൂഖുൽ ഇസ്ആഫി ആ ഒരു ആംബുലൻസിൻ്റെ സൈറൽ, അതാണ് ബൂക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈറൽ. യുസവ്വിതു അതിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ആംബുലൻസ് പോകുന്ന സമയത്ത് ഇങ്ങനെ സൈറൽ മുഴക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. സെമിഅ ഷുർത്തിയിൽ മുറൂരി അൽ ബൂഖ. അങ്ങനെ ട്രാഫിക് ഉദ്യോഗസ്ഥൻ, ട്രാഫിക് പോലീസ് ആ ഒരു സൈറലിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം ആ ഒരു ശബ്ദം കേട്ടു. ലഹബ മുസ്രിഅൻ നഹ്വ സയ്യാറ. അത് കേട്ടപ്പോൾ ലഹബ അദ്ദേഹം പോയി, മുസ്രിഅൻ വേഗത്തിൽ അദ്ദേഹം പോയി, നഹ്വ സയ്യാറ ആ ഒരു ആംബുലൻസിന് നേരെ ആ ഒരു ട്രാഫിക് പോലീസുകാരൻ വേഗത്തിൽ പോയി. വഹയ്യ അത്തൊരീഖ എന്നിട്ട് അദ്ദേഹം ഹയ്യ എന്ന് പറഞ്ഞാൽ റെഡിയാക്കുക, തയ്യാറാക്കുക എന്നാണ് കേട്ടോ. അത്തൊരീഖ ആ ആംബുലൻസിന് കടന്നു പോകുവാനുള്ള വഴി അദ്ദേഹം തയ്യാറാക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ ബഅദ ബുർഹത്തിൻ വസലത്തി സയ്യാറത്തു ഇലൽ മുസ്തഷ്ഫ ഉദ്ഖിലൽ മരീലു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. ബുർഹത്ത് എന്ന് പറഞ്ഞാൽ അല്പസമയം എന്നാണ് അർത്ഥം. ബഅദ ബുർഹത്തിൻ അല്പസമയത്തിന് ശേഷം. വസലത്തി സയ്യാറത്തു വസല എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തി എന്നാണ് കേട്ടോ. വസലത്തി സയ്യാറത്തു ആ ഒരു ആംബുലൻസ് എത്തി. ഇലൽ മുസ്തഷ്ഫ എങ്ങോട്ടാണ് എത്തിയത്? ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെ ഉദ്ഖിലൽ മരീല. ഉദ്ഖില എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ്. അൽ മരീലു രോഗിയെ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ. വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ എന്ന് പറഞ്ഞാൽ ICU എന്നാണ്. രോഗിയെ ICUയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ താഴെ ചിത്രത്തിൽ കാണാൻ പറ്റും. നോക്കൂ, തിരക്ക് പിടിച്ചൊരു റോഡിനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ റോഡിൽ മറ്റു വാഹനങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആംബുലൻസിനെയും ഒക്കെ നമുക്ക് അവിടെ താഴെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ട്രാഫിക് പോലീസ് ചെയ്തു കൊടുത്തത്? ആ ആംബുലൻസിനെ കടന്നു പോകുവാനുള്ള വഴി അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ രോഗിയെ കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തി. രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. വൈന്ദൽ ഒറൂബി റജഅ സായിഖു ഇലാ മൻസിലിഹി വകാന മുതഅബൻ സഅലഹു ഇബ്നുഹു മാജിദ് മാ ബിക യാ ബാബാ. അൽ വാലിദ് സദമത് സയ്യാറത്തുൻ ബിഹാഫിലത്തിൻ ഫിൽ മഫ്റഖി. മാജിദ് കൈഫ? അൽ വാലിദ് تجاوز السائق إشارة المرور الحمراء. ماجد هل نوقف المركبات عند اللوء الأحمر؟ الوالد طبعا نوقف. ടീച്ചർ ആദ്യം അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം. ഐന്ദൽ ഒറൂബി
എന്താണ് ഒറൂബ് എന്ന് പറഞ്ഞാൽ? അസ്തമയത്തിൻ്റെ സമയത്ത് എന്നാണ്. അതായത് വളരെ വൈകിയ സമയത്ത് കേട്ടോ. അപ്പോൾ ആ ഒരു മഗ്‌രിബിൻ്റെയൊക്കെ സമയമുണ്ടല്ലോ, അതാണ് ഒറൂബ് എന്ന് പറയുന്നത്. അങ്ങനെ അങ്കൽ ഒറൂബി റജ അസായിഖു, ഡ്രൈവർ മടങ്ങി. റജ മടങ്ങി. ഇലാ മൻസിലിഹി, എങ്ങോട്ടാണ് മടങ്ങിയത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. വക്കാന മുതാബൻ, അദ്ദേഹം ക്ഷീണിതനായിരുന്നു. മുതാബ് എന്ന് പറഞ്ഞാൽ ടയേർഡാവുക എന്നാണ്. അദ്ദേഹം ടയേർഡായിരുന്നു, ക്ഷീണിതനായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ട സമയത്ത് സഅലഹു ഇബ്നുഹു മാജിദ്, സഅലഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഇബ്നുഹു അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മാജിദ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാബിക യാ ബാബ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ബാബ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഉപ്പ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്നാണ് മാജിദ് ചോദിക്കുന്നത് കേട്ടോ. അൽ വാലിദ്, അപ്പോൾ പിതാവ് പറയാണ്, സ്വദമത്ത് സയ്യാറത്തുൻ ബിഹാഫിലത്തിൻ ഫിൽ മഫറഖ്, സ്വദമത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ട എന്നാണ്. സയ്യാറത്തുൻ ആ ഒരു ആംബുലൻസ് കൂട്ടിമുട്ടി അല്ലേ. എന്താണ്? ബിഹാഫിലത്തിൻ ഒരു ബസ്സുമായിട്ട് കൂട്ടിമുട്ടി. ഫിൽ മഫറഖ്, മഫറഖ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ എന്നാണ് കേട്ടോ. ജംഗ്ഷൻ. ഇവിടെ സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറ് എന്നുള്ള അർത്ഥത്തിലല്ല, സയ്യാറത്തിൽ ഇസ്ആഫ് ആണ് കേട്ടോ. ആംബുലൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആംബുലൻസ് എന്ത് ചെയ്തു? ഒരു ബസ്സുമായിട്ട് ജംഗ്ഷനിൽ വെച്ച് ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലെ, കൂട്ടിമുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ മാജിദ് ചോദിക്കുകയാണ്, കൈഫ, എങ്ങനെയാണിത് സംഭവിച്ചത് എന്നാണ്. അൽ വാലിദ്, അപ്പോൾ പിതാവ് പറയാണ്, തജാവസ സായിഖു, തജാവസ എന്ന് പറഞ്ഞാൽ ലംഘിക്കുക എന്നാണ് ഇവിടെ. തജാവസ സായിഖു, ഡ്രൈവർ ലംഘിച്ചു. ഇഷാറത്തിൽ മുറൂരിൽ ഹംറാ, ആ ഒരു ട്രാഫിക് ലൈറ്റ്, ചുവന്ന ട്രാഫിക് ലൈറ്റ് എന്താണ്? ആ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ ലംഘിച്ചു എന്നാണ്. ഇഷാറത്തുൽ മുറൂർ എന്ന് പറഞ്ഞാൽ ട്രാഫിക് സിഗ്നലാണ്. അൽഹംറ എന്ന് പറയുന്ന റെഡ് കേട്ടോ, റെഡ് നിറത്തിലുള്ള ആ ഒരു ട്രാഫിക് സിഗ്നലിനെ ആ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്തു? ലംഘിച്ച് കളഞ്ഞു എന്നാണ് മാജിദ്. അപ്പോൾ മാജിദ് ചോദിക്കുകയാണ്, ഹൽ നോക്കിഫുൽ മർക്കഫാത്ത് ഇൻദല്ലാ ഇൽ അഹ്മർ, ഹൽ നോക്കിഫു, നമ്മൾ നിർത്തേണ്ടതുണ്ടോ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ? അൽ മർക്കബാത്ത്, വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ? വൈന്ദല്ലാ ഇൽ അഹ്മർ, ചുവന്ന ലൈറ്റ് വരുന്ന സമയത്ത്, ചുവന്ന ലൈറ്റ് കാണുന്ന സമയത്ത് നമ്മൾ വാഹനങ്ങൾ നിർത്തേണ്ടതുണ്ടോ എന്നാണ് മാജിദ് ചോദിക്കുന്നത്. അൽ വാലിദ്, അപ്പോൾ പിതാവ് പറയാണ്, ത്വബാൻ, അതെ, നോക്കിഫു, നമ്മൾ എന്ത് ചെയ്യണം? വാഹനങ്ങൾ നിർത്തണമെന്നാണ്. ചുവന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ തൻ്റെ മകനായിട്ടുള്ള മാജിദിനോട് പറയുന്നത്. വീണ്ടും മാജിദ് ചോദിക്കുകയാണ്, മത്ത നസീറു ഇലൽ അമാം, എപ്പോഴാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക? അതായത് വാഹനമൊക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എപ്പോഴാണ് നമ്മൾ വീണ്ടും സഞ്ചരിക്കേണ്ടത് എന്നാണ് കേട്ടോ. മത്ത, എപ്പോൾ, നസീറു, നാം സഞ്ചരിക്കുന്നു, ഇലൽ അമാമി, മുന്നിലേക്ക് നമ്മൾ എപ്പോഴാണ് സഞ്ചരിക്കുന്നത്? അൽ വാലിദ്, പിതാവ് പറയാണ്, യുലി ഉൽ ലൗനുൽ അസ്ഫർ അവലൻ, എന്താണ്? യുലി ഒ, പ്രകാശിക്കും, അതായത് അല്ലൗനുൽ അസ്ഫർ അവലൻ, ആദ്യം എന്ത് ചെയ്യും? യെല്ലോ കളറിലുള്ള ലൈറ്റ് അഥവാ മഞ്ഞ നിറത്തിലുള്ള ലൈറ്റ് പ്രകാശിക്കും. ഫതതഹയ്യ ഉൽ മർക്കബാത്തു ലിസ്സൈരി, അങ്ങനെ യെല്ലോ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യണം? തതഹയ്യ എന്ന് പറഞ്ഞാൽ റെഡിയായി നിൽക്കുക എന്നാണ്, തയ്യാറായി നിൽക്കുക. അൽ മർക്കബാത്തു, വാഹനങ്ങളെല്ലാം തന്നെ ലിസ്സൈരി, മുന്നോട്ട് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കണം, അഥവാ വാഹനമൊക്കെ ഓണാക്കിയിട്ട് റെഡിയായി നിൽക്കണം എന്നാണ്. സുമ്മ യുലി ഉൽ അഹ്ലർ, പിന്നീട് എന്ത് ചെയ്യും? സുമ്മ, പിന്നീട്, യുലി പ്രകാശിക്കുന്നു അല്ലെങ്കിൽ കത്തുന്നു, അല്ലാഹു ഉൽ അഹ്ലർ, ആ ഒരു പച്ച നിറത്തിലുള്ള ലൈറ്റ് കത്തുന്നു. ഫതസീറുൽ മർക്കബാത്ത്, അപ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പോൾ യെല്ലോ കളറിലുള്ള ലൈറ്റ് കണ്ടാൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുക. പച്ച നിറത്തിലുള്ള ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങാം എന്നാണ് ആര് പറയുന്നത്? ആ ഉപ്പ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും പറയാണ്, ബുനയ്യ, അല്ലയോ മകനെ, സലാമത്തുന, നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് ഫിൽ ഹിഫാദി, നമ്മൾ സൂക്ഷിക്കുന്നതിലാകുന്നു, അലാ തഅലീമാത്തുൽ മുറൂർ, ട്രാഫിക് അധ്യാപനങ്ങൾ, ട്രാഫിക് നിയമങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കുന്നതിലാകുന്നു നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് എന്നാണ് ആ ഒരു മകന് ഉപ്പ കൊടുക്കുന്ന നിർദ്ദേശം. ഇവിടെ നോക്കൂ ടീച്ചർ, ഇവിടെ ട്രാഫിക് സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൽവാനുൽ ഇഷാറാത്തുൽ മുറൂർ അല്ലെ, ട്രാഫിക് നിർദ്ദേശങ്ങൾ, ട്രാഫിക് സിഗ്നലുകളുടെ നിറങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അഹ്മർ അല്ലെ, ചുവപ്പ് നിറം എന്തിനു വേണ്ടിയിട്ടാണ്?
ഖൈഫ് എന്നാണ്. എന്താണ് ഖൈഫ് എന്ന് പറഞ്ഞാൽ നീ വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുവപ്പ് നിറം. അതുപോലെ തന്നെ അസ്ഫർ ഇസ്തഇദ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അസ്ഫർ എന്ന് പറഞ്ഞാൽ ഏതാണ്? യെല്ലോ അല്ലെ, മഞ്ഞ നിറം. അതെന്തിനു വേണ്ടിയിട്ടാണ്? വാഹനം മുന്നോട്ട് പോകാൻ വേണ്ടി ഇസ്തഇദ്, നീ തയ്യാറായി നിൽക്കുക എന്നാണ്. അഹ്ലർ ആ ഒരു പച്ച നിറം, ആ ഒരു ഗ്രീൻ ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻതൊലിഖ്, നിനക്ക് മുന്നോട്ട് പോകാം, വാഹനത്തിൽ സഞ്ചരിക്കാം എന്നാണ് ഇൻതൊലിഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെയൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിഗ്നലുകളൊക്കെ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന ആക്ടിവിറ്റീസുകൾ നോക്കാം. ഇതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നുജീബ് അനിൽ അസ്ഇല, താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഇല ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്, ആ ഒരു ആംബുലൻസ് എങ്ങോട്ടാണ് വേഗത്തിൽ പോയത് എന്നാണ്. ഇല ഐൻ, എങ്ങോട്ടായിരുന്നു ആംബുലൻസ് വേഗത്തിൽ പോയത് എന്നാണ്. എങ്ങോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഇലൽ മുസ്തഷ്ഫ അല്ലെ, ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവിടെ എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഇലൽ മുസ്തഷ്ഫ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, മാതാ ഇഷ്കുൽ മരീൽ, രോഗി എന്താണ്, എന്തിനെക്കുറിച്ചാണ് പരാതി പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് പ്രയാസം അനുഭവിച്ചത് എന്നാണ്. യഷ്കുൽ മരീദു ബി അലമിൻ ഷദീദിൻ, അല്ലെ ശക്തമായ വേദന എന്നാണ് കേട്ടോ. അപ്പോൾ യഷ്കുൽ മരീദു ബി അലമിൻ ഷദീദിൻ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. മാതാ സമിഅ ഷുർത്തിയുൽ മുറൂർ, അല്ലെ മാതാ സമിഅ, എന്താണ് കേട്ടത്? ഷുർത്തിയുൽ മുറൂർ, ആ ഒരു ട്രാഫിക് പോലീസുകാരൻ എന്താണ് കേട്ടത് എന്നാണ്. എന്തായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്? ആ ഒരു ആംബുലൻസിൻ്റെ സൈറലായിരുന്നു അല്ലേ, അതിൻ്റെ ആ ഒരു ഹോണായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത്? സമിഅ ഷുർത്തിയുൽ മുറൂരി ബൂഖൽ ഇസ്ആഫി എന്നാണ് കേട്ടോ. ബൂഖൽ ഇസ്ആഫി എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. മത്ത റജഅ സായിഖു ഇലാ മൻസിലിഹി, എന്താണ് അതിൻ്റെ അർത്ഥം? എപ്പോഴാണ് ആ ഡ്രൈവർ വീട്ടിലേക്ക് മടങ്ങിയത്, അല്ലെ തൻ്റെ വീട്ടിലേക്ക് എപ്പോഴാണ് മടങ്ങിയത് എന്നാണ്. എപ്പോഴായിരുന്നു? ഇൻദൽ ഒറൂബി എന്നാണ് അല്ലേ. ഇൻദൽ ഒറൂബി റജഅ സായിഖു ഇലാ മൻസിലിഹി, അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. മാദാ ഫഅല ഷുർത്തിയുൽ മുറൂർ, എന്താണ് ആ ഒരു ട്രാഫിക് പോലീസുകാരൻ ചെയ്തത് എന്നാണ്. മാദാ ഫഅല ഷുർത്തിയുൽ മുറൂർ, എന്താണ് ആ ട്രാഫിക് പോലീസുകാരൻ ചെയ്തത് എന്നാണ്. എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം പെട്ടെന്ന് തന്നെ ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് ആംബുലൻസിലുള്ള വഴി ഒരുക്കി കൊടുത്തു എന്നാണ് അല്ലേ. അപ്പോൾ എന്തായിരുന്നു അവിടെ പാഠഭാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്? അസ്റഅ ഷുർത്തിയോ നഹ്വ സയ്യാറതി വഹയ്യ അത്വരീഖ, ആ ഒരു പോലീസുകാരൻ അല്ലെ ട്രാഫിക് പോലീസുകാരൻ വേഗത്തിൽ ആ ഒരു ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അതിന് താഴെയായിട്ട് കുറച്ച് ട്രാഫിക് സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. തഅറഫു, നമുക്ക് പരിചയപ്പെടാം. ഇഷാറാത്തിൽ മുറൂർ, ട്രാഫിക് സിഗ്നലുകൾ, ട്രാഫിക് അടയാളങ്ങളെ പരിചയപ്പെടാമെന്നാണ്. നോക്കൂ, ആ ഒരു ഒന്നാമത്തെ നോക്കൂ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അൽ മദ്രസ അല്ലെ, സ്കൂൾ അടുത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിഗ്നലെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റോപ്പ്, എന്താണ്? ഖൈഫ് എന്നാണ് അല്ലേ. എന്താണ് ഖൈഫ്? വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അൽ മൗഖിഫ്, കണ്ടല്ലോ ആ ഒരു പി എന്നുള്ള ഒരു ചിഹ്നം, അതെന്താണ്? പാർക്കിങ്ങിനെയാണ് കേട്ടോ. അൽ മൗഖിഫ് എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഅബറുൽ മുഷാത്ത്, കണ്ടില്ല ആ ഒരു സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടല്ലോ, അതെന്താണ്? മഅബറുൽ മുഷാത്ത് എന്നാണ്. സീബ്ര ക്രോസിംഗ് എന്നാണ് കേട്ടോ. മഅബറുൽ മുഷാത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നടക്കാനുള്ള ഒരു മുറിച്ച് കടക്കുവാനുള്ള വഴി, അതാണ് മഅബറുൽ മുഷാത്ത് എന്ന് പറയുന്നത്. അടുത്ത സിഗ്നൽ നോക്കൂ, അതെന്താണ്? മഹറ്റത്ത് പെട്രോളാണ്. പെട്രോൾ പമ്പിൻ്റെ, പെട്രോൾ സ്റ്റേഷൻ്റെ, നമുക്ക് റോഡിലേക്ക് പോകുന്ന സമയത്ത് അടുത്തായിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഇനി അൽ മഫ്റഖാണ് അടുത്തത്. എന്താണ്? ജംഗ്ഷൻ എന്നാണ്. നമുക്കൊരു ഇംഗ്ലീഷിൽ ഒരു ടീ പോലെയൊക്കെ തോന്നുന്നുണ്ട് അത് കാണുന്ന സമയത്തിൽ. അപ്പോൾ അത് ശരിക്കും എന്താണ്? ഒരു 3 വഴിയും കൂടുന്ന സ്ഥലം അഥവാ ജംഗ്ഷൻ ആണത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ജംഗ്ഷൻ എന്നുള്ളതിന് അൽ മഫ്റഖ് എന്നാണ് അറബിയിൽ ഉപയോഗിക്കുക. അൽ മഫ്റഖ് എന്നാണ്. മഅബറുൽ മുഷാത്ത് എന്നാണ് സീബ്ര ക്രോസിങ്ങിന് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ സിഗ്നലൊക്കെ തന്നുകൊണ്ട് എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.